വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ പേടിച്ചിരിക്കുന്ന ശ്യാമയോട് ശാരദാമ്മ പറയുകയാണ്, ദാമ്പത്യ പൂജയ്ക്ക് തടസ്സം വന്നാൽ മാതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ദോഷം വരുമെന്ന് ആരോ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സ്വപ്നമൊക്കെ കണ്ടത്. മോള് വിഷമിക്കേണ്ട, കിടന്നുറങ്ങിക്കോ, അമ്മയ്ക്ക് ഒരു ആപത്തും വരില്ല എന്ന് ശ്യാമയെ ആശ്വസിപ്പിച്ച് കട്ടിലേക്ക് കിടക്കാനായിട്ട് ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് കിടക്കുമ്പോഴും ദൈവമേ അമ്മയ്ക്ക് ഒരു ആപത്തും വരരുതേ എന്ന് ശ്യാമ പ്രാർത്ഥിക്കുന്നുണ്ട്. അതേസമയം ശ്യാമയുടെ മനസ്സിൽ അന്ന് ശാന്ത പറഞ്ഞ കാര്യങ്ങളാണ്. മാതസ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ദാമ്പത്യം പൂജ മുടങ്ങിയാൽ ദോഷം വരുമെന്ന്. അത് ഓർത്ത് ശ്യാമ കിടക്കുന്നുണ്ട്. ഇതേസമയം ശ്യാമ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഓർത്തിരിക്കുകയാണ് ശാരദാമ്മയും. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ രാജീവിൻ്റെ വീട്ടിൽ ഭയങ്കര ചൂട്, അതുകൊണ്ട് നമുക്കൊരു AC വാങ്ങണമെന്നൊക്കെ കൃഷ്ണൻകുട്ടിയോട് വിജയലക്ഷ്മി പറയുന്നുണ്ട്. അന്നേരം രാജീവിൻ്റെ ശമ്പളത്തെക്കുറിച്ചാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ പറയുന്നത്. അന്നേരം രാജീവിൻ്റെ ശമ്പളമല്ല, ശാരിക പൈസ ഉണ്ടാക്കുന്നല്ലോ, അതിൽ നിന്ന് നമുക്ക് വാങ്ങാം എന്നൊക്കെ വിജയലക്ഷ്മി പറയുകയാണ്. അന്നേരം വലിയ ഒരു ഓർഡർ കിട്ടിയാൽ കോഴിക്കോട് പോലുള്ള നമ്മുടെ അടുക്കളയിൽ വെച്ച് എങ്ങനെ ഉണ്ടാക്കും, മഴ വന്നാൽ ആ വരുമാനവും നിലയ്ക്കും എന്നൊക്കെ കൃഷ്ണൻകുട്ടി അമ്മാവൻ വിജയലക്ഷ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഗോപാലകൃഷ്ണൻ അവിടേക്ക് വരുന്നത്. ഇയാളോട് ഇങ്ങോട്ട് വരരുതെന്നല്ലേ പറഞ്ഞത്, നല്ലത് രണ്ടങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക കൃഷ്ണൻകുട്ടി ചേട്ടാന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട്. അന്നേരം അല്ല, ഇത് ആര്, ഗോപാലകൃഷ്ണനോ, വാ എന്ന് പറഞ്ഞ് കൃഷ്ണൻകുട്ടി വിളിച്ചിട്ട് ദേ ശാരിക മോളെ അച്ഛൻ വന്നിരിക്കുന്നു, അച്ഛൻ എന്നൊക്കെ കളിയാക്കിയാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ സംസാരിക്കുന്നത്. അത് ഗോപാലകൃഷ്ണന് മനസ്സിലാകുന്നുമുണ്ട്. പക്ഷെ അന്നേരം ആദ്യം വരുന്നത് ചായക്കപ്പുമായിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന രാജീവാണ് വരുന്നത്. പക്ഷെ രാജീവിന് ഗോപാലകൃഷ്ണനെ കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. അന്നേരം മോനിന്ന് കോളേജിൽ പോകണ്ടായിരുന്നോ ചോദിക്കുമ്പോൾ അതിനുള്ള സമയമായി വരുന്നതല്ലേ ഉള്ളൂ എന്ന് രാജീവ് പറയുകയാണ്. തുടർന്ന് ശാരിക വരികയാണ്. അച്ഛാന്നും പറഞ്ഞ് ഓടി വന്ന് ശാരിക ഗോപാലകൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ ആ സന്തോഷമൊക്കെ കണ്ടിട്ട് രാജീവ് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ എന്താ വിശേഷിച്ച് എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം എന്ത് വിശേഷം, ശാരിക മോളെ കാണാനായിട്ട് ഗോപാലകൃഷ്ണൻ ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ടെന്ന് കൃഷ്ണൻകുട്ടി അമ്മാവൻ പറയുകയാണ്. തുടർന്ന് ഞാൻ ചായ എടുക്കാമെന്ന് ശാരിക പറയുന്നുണ്ട്. അന്നേരം മോള് നിൽക്ക്, ഞാൻ കൂടി വരാം, എനിക്ക് നിങ്ങളുടെ അടുക്കളയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. തുടർന്ന് ശാരികയോടൊപ്പം ഗോപാലകൃഷ്ണൻ അകത്തേക്ക് പോകുമ്പോൾ രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് രാജീവും പോകുന്നുണ്ട് കൂടെ. അന്നേരം എന്താണെന്നും പറഞ്ഞ് പരസ്പരം നോക്കി നിൽക്കുകയാണ്. സംഭവമൊന്നും മനസ്സിലാകാതെ അമ്മാവനും വിജയലക്ഷ്മിയും കൂടി. മകൾക്കുള്ള സൗകര്യങ്ങൾ പരിശോധിക്കാൻ എത്തിയതായിരിക്കുമെന്നൊക്കെ വിജയലക്ഷ്മി കൃഷ്ണൻകുട്ടി അമ്മാവനോട് പറയുന്നുണ്ട്. തുടർന്ന് അടുക്കളയൊക്കെ നോക്കി കണ്ട ശേഷം ഇവിടെ ഇത്രയൊക്കെ സൗകര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. അന്നേരം വിജയലക്ഷ്മി ഞങ്ങളത്ര പണക്കാരൊന്നുമല്ല, പിന്നെ ഒരു മോനുള്ളത് കല്യാണം കഴിച്ചതാണെങ്കിൽ എന്നും പറഞ്ഞ് ശാരികയെ നോക്കുന്നുണ്ട്. തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, നമുക്ക് ഇതിനോട് ചേർന്ന് 2 മുറി കൂടി പിടിക്കാമെന്ന്. അന്നേരം ഗോപാലകൃഷ്ണൻ എന്താ പറയുന്നതെന്ന് അമ്മാവൻ ചോദിക്കുകയാണ്. അല്ല, ശാരിക ഒരു മെസ്സ് തുടങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് വലിയ ഓർഡർ പിടിക്കണമെങ്കിൽ ഇത്തിരി വലിയ അടുക്കള വേണ്ടേ, അതിനാണെന്ന്. അന്നേരം രാജീവ് പറയുന്നുണ്ട്, ഇത് നമ്മൾ സ്ഥിരതാമസത്തിനുള്ള വീടല്ല, വാടകയ്ക്കാണെന്ന്. അന്നേരം വീട്ടുടമസ്ഥനോട് നമുക്ക് ചോദിക്കാം, അയാൾ സമ്മതിക്കും, അയാൾക്ക് പിന്നീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ വാടക കൂടുതൽ ചോദിക്കാമല്ലോ എന്നൊക്കെ പിന്നെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. തുടർന്ന് കൃഷ്ണൻകുട്ടി അമ്മാവൻ പറയുകയാണ്, ഇതൊക്കെ എന്നായാലും ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ടതല്ലേ, അങ്ങനെ ഇപ്പോൾ വെറുതെ പണം മുടക്കാനൊന്നും ഇവിടെ ഇല്ല എന്ന്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അതിന് നിങ്ങൾ പണം മുടക്കണമെന്ന് ആരാണ് പറഞ്ഞത്, ഇതിന് പണം മുടക്കുന്നത് ഞാനാണെന്ന്. പിന്നെ വെറുതെ ഇത് ഇട്ടെറിയുന്ന കാര്യമൊന്നും ആലോചിക്കണ്ട, വേണമെങ്കിൽ നമുക്ക് ഈ വീടും ഭൂമിയും അങ്ങോട്ട് വാങ്ങിക്കാമെന്ന്. അത് കേട്ട് വാ പൊളിച്ച് നിൽക്കുകയാണ് കൃഷ്ണൻകുട്ടി അമ്മാവനും വിജയലക്ഷ്മിയും കൂടി. ഇവർ രണ്ടാളും ഒരു ജീവിതമൊക്കെ തുടങ്ങുകയല്ലേ, അപ്പോൾ കുറച്ചുകൂടി വലിയ സ്വപ്നങ്ങളൊക്കെ കാണാമെന്ന് ശാരിയെ രാജീവിൻ്റെ അടുത്തോട്ട് നിർത്തിയിട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം അതിന് ഇങ്ങനെയെന്നും പറഞ്ഞ് വേറെന്തോ രാജീവ് പറയാനായിട്ട് വരുമ്പോൾ വേണ്ട, മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിൽ രാജീവിൻ്റെ കൈ മുറുകെ പിടിക്കുകയാണ് ശാരിക. അത് ഗോപാലകൃഷ്ണൻ കാണുന്നുമുണ്ട്. തുടർന്ന് അടുക്കളയൊക്കെ നോക്കിയ ശേഷം ഗോപാലകൃഷ്ണൻ ഉമ്മറത്തേക്ക് വരികയാണ്. അന്നേരം കൂടെ വരികയാണ് വിജയലക്ഷ്മിയും അമ്മാവനും കൂടി. ശാരികയെ ഒന്ന് നോക്കിയിട്ട് രാജീവും പുറകെ വരുന്നുണ്ട്. അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, ഗോപാലകൃഷ്ണൻ മകൾക്ക് എന്തെങ്കിലും സന്തോഷമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് ഒരു എതിർപ്പും ഇല്ലയെന്ന്. അന്നേരം കമ്പിയും സിമൻറ്റും ഒക്കെ ഉടനെ ഇവിടെ എത്തും, ജോലിക്കാരെയും ഞാൻ അയച്ചോളാമെന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ് രണ്ടുപേരോടും കൂടി.
ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ അറിയണ്ട. പിന്നെ വേറെ വിഷമമൊന്നുമില്ലെങ്കിൽ ജോലിക്ക് വരുന്നവർക്ക് നിങ്ങൾ കഴിക്കുന്നതിൽ നിന്നും ഇച്ചിരി ആഹാരം കൊടുത്താൽ മതി എന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം അതിനെന്താ, വലിയ സന്തോഷമേ ഉള്ളൂ എന്ന് വിജയലക്ഷ്മി പറയുകയാണ്. ഗോപാലകൃഷ്ണൻ്റെ ഈ പ്രവൃത്തിയിൽ ആകെ സന്തോഷിക്കുകയാണ് അമ്മയും അമ്മാവനും കൂടി. വീടൊക്കെ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് അവർ രണ്ടുപേരും. പക്ഷേ രാജീവിന് ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. രാജീവ് ആ ഒരു ഗൗരവഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, ജോലിക്കാരെ നാളെ തന്നെ പറ്റുമെങ്കിൽ വിടാം, പെട്ടെന്ന് തുടങ്ങാമെന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം ആകെ സന്തോഷിക്കുന്ന വിജയലക്ഷ്മി, അയ്യോ ഗോപാലേട്ടൻ വന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ലല്ലോ, ഇനി വരുമ്പോൾ ഊണ് കഴിപ്പിച്ചിട്ട് ഞങ്ങൾ വിടൂന്നൊക്കെ വിജയലക്ഷ്മി അങ്ങ് തട്ടിവിടുന്നുണ്ട്. തുടർന്ന് ഗോപാലകൃഷ്ണൻ അങ്ങ് കാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ശാരികയും കൂടെ പോകുന്നുണ്ട്. അന്നേരം വിജയലക്ഷ്മി അമ്മാവനെ വഴക്ക് പറയുകയാണ്. അന്നേ ഞാൻ പറഞ്ഞതാണ് അങ്ങേരോട് അങ്ങനെ മുഷിഞ്ഞൊന്നും സംസാരിക്കരുതെന്ന്. അങ്ങേരെ ആയതുകൊണ്ടാണ് ചേട്ടനോട് ക്ഷമിച്ചത്, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങോട്ട് കയറത്തില്ലായിരുന്നു എന്നൊക്കെ അങ്ങ് വിജയലക്ഷ്മി വഴക്ക് പറയുകയാണ് അമ്മാവനെ. ഇതൊക്കെ കണ്ട് നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ് രാജീവ്. അമ്മയുടെ ഭാവമാറ്റത്തിലും പെരുമാറ്റത്തിലുള്ള വ്യത്യാസത്തിലുമൊക്കെ പണം കണ്ടപ്പോൾ വിജയലക്ഷ്മിയുടെ കണ്ണ് മഞ്ഞളിക്കുമെന്ന് രാജീവിന് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. തുടർന്ന് ഗോപാലകൃഷ്ണനോട് കാറിനടുത്തേക്ക് ചെന്ന് ശാരിക ചോദിക്കുന്നുണ്ട്, ഞാൻ മെസ്സ് തുടങ്ങിയത് ആരാണ് പറഞ്ഞതെന്ന്. അന്നേരം മോൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ അമ്മയാണ് പറഞ്ഞതെന്ന് പറയുകയാണ്. അന്നേരം അമ്മയെ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഹോട്ടലിൽ പോകാറുണ്ടെന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് വേണ്ടി ഇത്രയും കാശ് മുടക്കുന്നതിൽ അച്ഛൻ എന്താണെന്നൊക്കെ ശാരിക ചോദിക്കുകയാണ്. അന്നേരം ഇനിയെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ, അച്ഛൻ സന്തോഷത്തോടു കൂടി തരുന്നതാണെന്ന് കരുതിയാൽ മതി എന്ന് ശാരികയോട് സ്നേഹത്തോടെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. തുടർന്ന് ശാരിക അകത്തേക്ക് കയറുമ്പോൾ അമ്മയെയും അമ്മാവനെ പോലെ പണം കണ്ടപ്പോൾ ഇയാളുടെ കണ്ണും മഞ്ഞളിച്ച് തുടങ്ങിയോ എന്ന് രാജീവ് ചോദിക്കുകയാണ് ഇഷ്ടനീരസത്തോടു കൂടി. അന്നേരം കണ്ണ് മഞ്ഞളിച്ചതൊന്നുമല്ല, അമ്മയോടും അമ്മാവനോടുമുള്ള കടം എനിക്ക് വീട്ടണം, അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ചെറിയ ഓർഡറൊന്നും എടുത്താൽ പോരാന്ന് ശാരിക പറയുകയാണ്. അന്നേരം അതിനുവേണ്ടി ഇയാളുടെ അടുത്ത് നിന്ന് തന്നെ സഹായം സ്വീകരിക്കണമായിരുന്നോ എന്ന് രാജീവ് ചോദിക്കുകയാണ്. അന്നേരം എന്തായാലും എൻ്റെ അച്ഛനല്ലേ എന്ന് ശാരിക ചോദിക്കുകയാണ്. പിന്നെ ഒരച്ഛൻ 3 പെൺമക്കളെയും ഭാര്യയെയും തെരുവിൽ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ തേടിപ്പോയതല്ലേ അച്ഛൻ. ഇപ്പോൾ മക്കളൊക്കെ ഒരു കര പറ്റിയെന്നറിഞ്ഞപ്പോൾ വന്നേക്കുന്നു എന്നും പറഞ്ഞ് രാജീവ് അങ്ങ് ഗോപാലകൃഷ്ണനെ പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്കെന്തോ ഇതൊന്നും അങ്ങോട്ട് ദഹിക്കൂല ശാരികയെന്ന് ശാരികയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് രാജീവ് അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ആകെ വിഷമമാവുകയാണ് ശാരികയ്ക്ക്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. അതിനിടയ്ക്ക് കുടുംബശ്രീ വീട്ടിൽ പാമ്പ് അടുക്കളയിലൊക്കെ ഇഴയുന്നതും കാണിക്കുന്നുണ്ട്. അതേസമയം ഹോട്ടലിൽ ശങ്കരേട്ടനും കുറുപ്പ് സാറും ഒക്കെ എത്തിയിട്ടുണ്ട്, ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട്. തുടർന്ന് ശാരദാമ്മ കുറുപ്പ് സാറിനോട് അസുഖത്തിൻ്റെ വിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അന്നേരം അസുഖം ഭാര്യയ്ക്കും പിടിപെട്ടു, മക്കളില്ലാത്ത വിഷമത്തെക്കുറിച്ചും ഒക്കെ കുറുപ്പ് സാറ് ശാരദാമ്മയോട് സംസാരിക്കുകയാണ്. തുടർന്ന് അവർക്ക് 2 പേർക്കുമുള്ള ഭക്ഷണം പാഴ്സലായിട്ട് വേണമെന്ന് കുറുപ്പ് സാറ് പറയുകയാണ്. അന്നേരം സാറ് എന്നും ഇങ്ങോട്ട് വരണമെന്നില്ല, ശങ്കരേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിടാം, ഭക്ഷണം കഴിച്ചിട്ട് ശങ്കരേട്ടൻ അതുവഴിയല്ലേ പോകുന്നത് എന്ന് ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, ചൂട് കഞ്ഞിയുടെ കൂടെ വേറെ കറിയൊന്നുമില്ലെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു അച്ചാറുണ്ട്, അത് ഞാൻ ഇപ്പോൾ ഡെപ്പയിലാക്കി തന്നു വിടാമെന്ന് ശാരദാമ്മ പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ വീട്ടിലെ അടുക്കളയിൽ നിന്നും അച്ചാർ എടുക്കാനായി ആദ്യം ശ്യാമയെ വിളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നിനക്ക് ഇരിക്കുന്ന സ്ഥലം അറിയില്ല, ഞാൻ തന്നെ പോയി എടുത്തുകൊണ്ട് വരാം, നീ കൗണ്ടർ നോക്ക് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ വീട്ടിലെ അടുക്കളയിലേക്ക് അച്ചാർ എടുക്കാനായി പോവുകയാണ്. തുടർന്ന് ശ്യാമയുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ കുറുപ്പ് സാർ അന്വേഷിക്കുന്നുണ്ട്. ഇതേസമയം ശാരദാമ്മ അടുക്കളയിലെത്തി ഭരണിയിൽ നിന്നും അച്ചാറെടുത്ത ശേഷം വേറൊരു ഡെപ്പ എടുത്ത് അതിലേക്ക് അച്ചാറ് പകർത്തുകയാണ്. ഈ സമയത്ത് തറയിലൂടെ ഇഴഞ്ഞു വരുന്ന കരിമൂർക്കൻ ശാരദാമ്മയുടെ എടുത്തെത്തിയ ശേഷം കാലിലേക്ക് ഒരു കൊത്തുകയാണ്. തുടർന്ന് ആകെ പേടിക്കുന്ന ശാരദാമ്മ നോക്കുമ്പോൾ പത്തി വിടർത്തി നിൽക്കുന്ന കരിമൂർഖനെയാണ് കാണുന്നത്. അയ്യോ ദേവി, ചതിച്ചല്ലോ, എൻ്റെ കാലിൽ കൊത്തിയെന്നും പറഞ്ഞ് കയ്യിൽ നിന്ന് അച്ചാറും എല്ലാം താഴെ വീഴുകയാണ്. ആകെ പേടിക്കുന്ന ശാരദാമ്മ മോളേന്നും പറഞ്ഞ് അവിടെ നിന്ന് അലറി വിളിക്കുന്നുണ്ട്. പക്ഷേ ശ്യാമ ഈ നിലവിളിയൊന്നും കേൾക്കുന്നില്ല. തുടർന്ന് ശാരദാമ്മയ്ക്ക് പെട്ടെന്ന് തല കറങ്ങുകയാണ്, ബോധം പോകുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നടക്കാൻ മുന്നോട്ട് ശ്രമിക്കും തോറും ശാരദാമ്മയ്ക്ക് തല വീണ്ടും വീണ്ടും കറങ്ങുകയാണ്. ഇതേസമയം ശാരദാമ്മ പോയിട്ട് കാണുന്നില്ലല്ലോ എന്ന് കുറുപ്പ് സാറ് പറയുകയാണ്. അമ്മ ഇപ്പം വരുമെന്ന് ശ്യാമ പറയുന്നുണ്ട്. ഇതേസമയം വേച്ച് പതുക്കെ ഉമ്മറത്തേക്ക് വരാനായിട്ട് ശാരദാമ്മ ശ്രമിക്കുന്നുണ്ട്. അന്നേരം കണ്ണിലൊക്കെ ഇരുട്ട് കയറുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് ഒരു വിധത്തിൽ പുറത്തേക്ക് എത്തുന്ന ശാരദാമ്മ പടിയിറങ്ങുമ്പോഴേക്കും മോളേന്ന് വിളിച്ചുകൊണ്ട് സ്റ്റെപ്പിലങ്ങ് വീഴുകയാണ്. അന്നേരം ഇത് പെട്ടെന്ന് കുറുപ്പ് സാറ് ക്യാഷ് കൗണ്ടറിൽ പൈസ കൊടുക്കാനായി എത്തുന്ന കുറുപ്പ് സാർ കാണുന്നുണ്ട്. അയ്യോ ശാരദാമ്മയ്ക്ക് എന്തു പറ്റി, വാ നോക്കാമെന്നും പറഞ്ഞ് ശങ്കരേട്ടനൊപ്പം ശാരദാമ്മയുടെ അടുത്തേക്ക് ഓടുകയാണ് കുറുപ്പ് സാറും ശങ്കരേട്ടനും ശ്യാമയും ശാന്തയും എല്ലാവരും കൂടി. ഇതേസമയം നിലത്ത് വീണ ശാരദാമ്മയ്ക്ക് ആകെ ബോധം പോവുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.